ശാരി ശാരി എന്തിനാ ശാരി ശാരി വിളിച്ചോണ്ടിരിക്കുന്നത്? അയ്യോ, നീ എന്നെ തല്ലാൻ പറ്റില്ലേ? എനിക്ക് നിന്നെ പെട്ടെന്നൊന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചതാ. അല്ല, എനിക്കറിയാം എന്തിനാ വിളിച്ചതെന്ന്. കവിതയില് കേൾപ്പിക്കാനല്ലേ? കവിതയും കേട്ടോണ്ട് ഇവിടെ ഇരുന്നാലേ അടുക്കളയിൽ ഒന്നും ആകുകയില്ലെന്ന് മാത്രം. ഒരു ചായ കിട്ടിയാ തിരക്കേട്ടില്ല. നന്ദിനി ചേച്ചി ഉണ്ടോ? ഇല്ല. കേറി വാ. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 4. കവിത കേൾക്കാൻ ഇഷ്ടമാണോ? ഇരിക്കെ. വടവൃക്ഷത്തിനിലയിൽ പ്രളയക്കടലിൻ അലകളിൽ ഉലയാൻ ഇലയിൽ മയങ്ങാൻ പുതിയോരുലകം സ്വപ്നം കാണാൻ. മനസ്സിലായോ എനിക്ക്? എന്തെന്നാണ് എനിക്ക് മനസ്സിലായത്? വെറുതെ ഒരു തലയാട്ടുന്നത്. അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. കവിത എഴുതാൻ എഴുതിയാ പോരെ? വഴിയെ പോകുന്നതിനെ ഇവിടെ ചൊല്ലി കേൾപ്പിക്കണോ? അല്ല പിന്നെ. ബസ്സിലേറ്റായിരുന്നു നീ? കിട്ടിയോ മോളെ? എനിക്കായതുകൊണ്ട് കിട്ടി. അത് റിസർവ് ചെയ്തിരുന്ന. ഉള്ളൂരിന്റെ ഉമാകേരളം. ലത വായിച്ചിട്ടുണ്ടോ? വായിക്കണമെന്ന് പലതവണ വിചാരിച്ചതാ. അന്നൊന്നും കിട്ടാനില്ലായിരുന്നു. അമ്മാവൻ ഞാനിപ്പം വരാം. ഉള്ളൂർ ആരാന്നറിയണമെങ്കിൽ ഉമാകേരളം വായിക്കണം. നീ എന്നെ രക്ഷിച്ചു നന്ദിനി കുട്ടി. അല്ലെങ്കിൽ അമ്മാവൻ കവിത വായിപ്പിച്ചെന്നെ വധിച്ചേനെ. ഞാൻ ഇന്ന് കാണാനായിട്ട് വന്നതാ. കാര്യം എന്താന്ന് പറ. വേണുവേട്ടന്റെ കത്തും ഫോട്ടോയും വന്നു. അടുത്ത മാസം ലീവിൽ വരുമെന്ന്. അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? നീ വേണുവേട്ടനെ കണ്ടിട്ടുണ്ടോ? പണ്ടെങ്ങോ കണ്ടതാണ്. ഇപ്പൊ ഓർമ്മയില്ല. എന്നാ ഇപ്പൊ ഒന്ന് കണ്ടു നോക്ക്. ദേ, കണ്ണുവിടരുത് കേട്ടോ. എടി, നീ തന്നെ പറ. ഇവിടുന്ന് പോകുമ്പോ ഈർക്കിന് പോലെ ഇരുന്നതാ. അവിടുത്തെ ചപ്പാത്തിയൊക്കെ അടിച്ചു കയറ്റി ചേർത്തു. മതി മതി, അമ്മ അന്വേഷിക്കും. നീ വാ. നാളെ എപ്പോഴാ മോളെ പ്രസംഗ മത്സരം? വൈകുന്നേരം 5 മണിക്ക്. പതുക്കലോടി. എന്താ വിഷയം? രജനിയുടെ കൃതികളെ കുറിച്ച്. നിനക്ക് പറ്റിയ വിഷയമാണല്ലോ. ചേരുന്നില്ലേ? എനിക്ക് പേടിയാ അച്ഛാ. സ്റ്റേജിൽ കയറുമ്പോ ഞാനിന്ന് വിറയ്ക്കും. എന്തിനാടി വിറയ്ക്കുന്നത്? കുറെ ഭക്ഷണം ആമ്പിള്ളേരുണ്ട് കൂവാനായിട്ട്. അവര് കൂവിക്കോട്ടടി, അതൊരു വശത്ത് നടക്കും. നീ പ്രസംഗിക്കാനുള്ള പ്രസംഗം ചോദിച്ചാൽ എന്റെ പാട്ടിനെ ഇറങ്ങി ഇങ്ങോട്ട് പോരണം. അച്ഛൻ പറഞ്ഞതുകൊണ്ട് നാളെ ഞാനും പ്രസംഗിക്കാൻ പോവാ. എന്താ ഇന്ന് അച്ഛനും മോക്കൊന്നും വേണ്ടേ? ശാരി, നീ വല്ലതും അറിഞ്ഞോ? നിന്റെ മോള് നാളെ കോളേജിൽ പ്രസംഗിക്കാൻ പോവാ. ഓ, എന്നാ അച്ഛൻ തോളത്തെടുത്ത് വെച്ചോണ്ട് നടന്നാട്ടെ. എനിക്ക് പെമ്പിള്ളാര് പ്രസംഗിക്കുന്നതിലൊന്നും വലിയ മതിപ്പൊന്നുമില്ല. ഒന്ന് ഊണ് കഴിച്ചാട്ടെ. രജനി എന്ന ഈ എഴുത്തുകാരൻ ജീവിതം കണ്ടിട്ടില്ല. ജീവിതം എന്തെന്നറിയില്ല. കുറെ മലയാള പദങ്ങൾ കൊണ്ടുള്ള ശാസ്ത്രത്താണ് അദ്ദേഹത്തിന്റെ കൃതികൾ. വാക്കുകൾ സാഹിത്യം സൃഷ്ടിക്കുന്നില്ല. മനുഷ്യജീവിതം കണ്ണും കാതും തുറന്ന് നിരീക്ഷിക്കുന്ന ഒരാളിന് മാത്രമേ ആത്മാർത്ഥമായ സാഹിത്യ സൃഷ്ടി നടത്താനാവൂ. രജനിക്കതിന് കഴിയില്ല. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കൃതി സാഹിത്യം എന്ന വിഭാഗത്തിൽ പെടുത്താമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അടുത്തായി നന്ദിനിക്കുട്ടി സെക്കൻഡ് BA. രജനിയുടെ കൃതികൾ വായിച്ചു മനസ്സിലാക്കാത്ത ഒരാളാണ് ഇപ്പോൾ സംസാരിച്ചത്. രജനി സാഹിത്യകാരനല്ല എന്ന് പറയാൻ അക്ഷരമറിയാവുന്ന ആർക്കും സാധ്യമല്ല. അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും അക്ഷരത്തിലും അനിർവചനീയമായ മധുരം ആദേശം ചെയ്യപ്പെട്ടിരിക്കുന്നു. രജനിയുടെ തൂലികയിൽ നിന്ന് അടർന്നു വീഴുന്നത് എന്തും സാഹിത്യ തരികളാണ്. എന്റെ മാന്യ സഹോദരനോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. അങ്ങനെ നോക്കുന്ന പക്ഷം രജനിയെ അധികരിക്കാൻ പോകുന്ന ഒരു എഴുത്തുകാരനെ ഈ കാലഘട്ടം കണ്ടിരിക്കില്ല. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നീ വിറച്ചോ പ്രസംഗിച്ചപ്പോ? പ്രസംഗിച്ചു തീരുന്നത് വരെ ഞാൻ ഒന്നും അറിഞ്ഞില്ല അച്ഛാ. ഈ വിവരം നിന്റെ അമ്മ അറിഞ്ഞോ? അയ്യോ, അച്ഛൻ പറഞ്ഞാ മതി. എനിക്ക് പേടിയാ. ശാരി, എടി ശാരി, നീ ട്രോഫി എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതേ കണ്ടോ, ഇതാണ് ട്രോഫി. എന്റെ മകൾക്ക് പ്രസംഗ മത്സരത്തിന് 1ാം സമ്മാനം കിട്ടിയ ട്രോഫിയാണിത്. ഇത് വെള്ളിയാ? തൊടരുത്, ദൂരെ മാറി കണ്ടാ മതി. എന്താ തൊട്ടാന്?
ഇതേ അച്ഛന്റെ അമ്മയുടെയും ഗുണം അറിയാമോ? അമ്മയുടെ ഗുണോധികാരം കൊണ്ടൊന്നല്ല, അച്ഛന്റെ മാത്രം ഗുണം കൊണ്ട് കിട്ടിയതാ. അല്ലേ ഒന്നാം സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞപ്പോ അവളുടെ ഒരു അവകാശവാദം കണ്ടില്ലേ? യാതൊരു അവകാശവാദവും ഇല്ല. ദേ ഒരുത്തന്റെ കൂടെ പൊറുക്കാൻ പോകുമ്പോഴേ ഉണ്ണാൻ നേരത്തെ ഇതുപോലെ സാധനം എടുത്ത് മുമ്പിലോട്ട് വെച്ചു കൊടുത്തേച്ചാ അത് ഞങ്ങൾ ആലോചിച്ചോളാം. അല്ലേ മോളെ? ഇനി ഇയാള് വന്ന കാര്യം പറ. ലതയുടെ കല്യാണക്കാര്യത്തെ പറ്റി ഞാൻ അമ്മനോട് പറഞ്ഞിരുന്നില്ല. വേണു അടുത്ത് തന്നെ ലീവിൽ വരുന്നത് കത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ കല്യാണം നടത്താന്ന് വിചാരിക്കുക. അമ്മാന്റെ അഭിപ്രായം എന്താ? അവള് പഠിക്കല്ലേടോ. അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോരായോ ഈ വിവാഹം? അവള് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല അമ്മ. അവൾക്ക് പഠിക്കാനൊന്നും താല്പര്യമില്ല. പിന്നെ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കണ്ടെന്ന് എഴുതി അയക്കുക. അതാ മോഹന എന്റെ ശരി. പെമ്പിള്ളേർക്ക് അത്രയ്ക്കുള്ള പഠിത്തം മതി. ഇപ്പൊ നന്ദിനിക്കുട്ടിയാണെ പഠിക്കും, പഠിക്കാൻ താല്പര്യമുണ്ട്, എത്ര വേണേലും പഠിപ്പിക്കാം. ശാരി, ഈ വേണു നമ്മുടെ ഷർദിലായി സാരം പിടിച്ച് ചത്തുപോയ വേലിപ്പിള്ളയുടെ മോനല്ലേ? അതെ അതെ അതെ. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിലാ ജോലി. വേണുവിനെ കൊണ്ട് ലതയെ കല്യാണം കഴിപ്പിക്കണമെന്ന് അമ്മയ്ക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അവള് പോയാൽ 4 വർഷം കഴിഞ്ഞ് ലീവ് കിട്ടും. നടക്കട്ടെ. നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൾക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല. എല്ലാം നടത്തി തരേണ്ട അമ്മാനാണ്. അത് പിന്നെ അതൊക്കെ വിധിപ്രകാരം വേണ്ട പോലെ നടന്നോളും. നടക്കും, അല്ലെങ്കിൽ നടത്തും. നീ ഇത്ര ചോറുണ്ടേച്ചു പോ. വേണ്ട മയിലതെ കാത്തിരിക്കും. എടാ നല്ല അവിയലുണ്ടടാ. ശരി. ഇയാളെ കണ്ണിന്റെ അസുഖമൊക്കെ മാറിയോടോ ഇതിനാണ്ട പിള്ളേ? മാറിയേ. ഇപ്പൊ ദഹനത്തിനൊക്കെ പോകുന്നുണ്ടോ? ഞാനും 2 പിള്ളേരും കൂടാ പോകുന്നത്. അല്ല, നമ്മുടെ ഒട്ടത്തിലൊരു ചെറിയ ദഹനം ഉണ്ടായിരുന്നു, ഒരു അടിയന്തരം. അതൊന്നിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചതാ. പിന്നെ ഇയാളെ രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? ഒന്നും കഴിച്ചില്ലേ? എന്നാ അങ്ങോട്ട് ചെന്ന് വല്ലതും കഴിച്ചേച്ചു വാ, പറയാം. പെമ്പിള്ളേര് കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്കുക. തത്തയും കളിപ്പിച്ചോണ്ടിരുന്നാ മതി. കൊച്ചു കുഞ്ഞാണെന്നാ വിചാരം. നിനക്ക് എന്നെ കല്യാണം കഴിക്കാം ഒപ്പുകുട്ട? എന്താ ഇവിടെ പതിവില്ലാതെ? വെറുതെ. ക്യാൻറ്റീനിലേക്ക് വരുന്നോ? ഇല്ല, താൻ പോകും. ഞാൻ നന്ദിനിക്കുട്ടിയെ കാത്തു നിൽക്കുകയായിരുന്നു. എന്തിന്? അഭിനന്ദിക്കാൻ. നന്ദിനിക്കുട്ടി ഇത്ര നന്നായി പ്രസംഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നന്ദിനിക്കുട്ടിയുടെ അച്ഛൻ ഇവിടുത്തെ മലയാളം പ്രൊഫസറായിരുന്നില്ലേ? അതെ. എന്റെ ചേട്ടനെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ വെറുതെ പ്രസംഗിച്ച എന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗം. ഞാൻ പോട്ടെ. അല്ല, എന്നും ലൈബ്രറി വരൂ? എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റേ ഇല്ല. നാളെ മുതൽ ഞാനും ലൈബ്രറി വരാം. കുറച്ച് വായിച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പതംഗമേ വരൂ, യുഗസഹസ്രങ്ങൾ പറന്നു പിന്നിട്ട വിഹംഗമേ വരൂ. എഴുതൂ. നീ എഴുതുന്നില്ലയോ? ഞാനൊരു കാര്യം നേരത്തെ ചോദിച്ചു. അതിന്റെ സമാധാനം അറിഞ്ഞിട്ടേ ഉള്ളു എഴുത്ത്. എന്ത് കാര്യം? പെണ്ണിന്റെ കാര്യം എന്ത് തീരുമാനിച്ചു? അവൾ MA വരെ പഠിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ പഠിക്കണ്ടെന്ന എന്റെ തീരുമാനം. ദേ, മോഹന്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ആലോചിക്കാൻ അവൻ ആരുമില്ല. നമ്മൾ വേണം മുൻകൈ എടുക്കാൻ. ഇപ്പൊ ഞാനെന്താ വേണ്ടത്? വിവാഹത്തിന് സമ്മതമാണോ എന്ന് പറയണം. എനിക്ക് സമ്മതമാ, പക്ഷെ അവളോട് സമ്മതിച്ചാലേ ഞാൻ സമ്മതിക്കൂ. അവളുടെ സമ്മതം ഞാൻ ഇപ്പൊ വാങ്ങിക്കാം. മോളെ, ഇന്നത്തെ കാലത്ത് കല്യാണക്കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടും പറയുന്നതുകൊണ്ടും യാതൊരു തകരാറുമില്ല. നിന്റെ കല്യാണം ഉടനെ നടത്തണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നിന്റെ സമ്മതം വാങ്ങിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. എന്താ, നിനക്ക് സമ്മതമല്ലേ? നിനക്ക് മോഹനെ ഇഷ്ടമല്ലേ? എന്തെങ്കിലും ഒന്ന് പറ. നിനക്ക് മോഹനെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷേ എന്തോന്ന് പക്ഷേ? എനിക്ക് മോഹനേട്ടനെ ഇഷ്ടമാണമ്മേ. പക്ഷേ എന്തായി?
അവൾക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇഷ്ടമാണ് പക്ഷേന്ന്. എന്ന് വെച്ചാൽ സാഹിത്യം വരച്ചു കുടിക്കുന്ന ഭാഷ അച്ഛനല്ലേ അറിയാവൂ, എനിക്കറിയാവോ? ഇഷ്ടമാണ് പക്ഷേ അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? വിവാഹം സമ്മതമാണ്, പക്ഷെ അല്പം കൂടി കഴിഞ്ഞിട്ട് മതി, MA കഴിഞ്ഞിട്ട് മതി എന്നർത്ഥം. ഒരു MA കൊണ്ട് എന്തിനു നിർത്തുന്നത്? ഒരു 4 MA ഇരുന്നോട്ടെ, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ഒരമ്മയുടെ വിഷമം പ്രസവിച്ചവർക്കല്ലേ അറിയൂ. അതിന് നീ കിടന്ന് വിഷമിക്കുന്ന എന്തിനാ ശാരി? ഞാൻ അവളെ നല്ല നിലയിൽ തന്നെ കെട്ടിച്ചയക്കും. അതിന് നീ ധൃതി പിടിച്ചോണ്ടായില്ല. നീ അപ്പുറത്ത് പോയി വല്ല ജോലി ഉണ്ടോ എന്ന് നോക്ക്. ഞാൻ ആ പുസ്തകം മുഴുവൻ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർത്തു. പക്ഷെ അതിന്റെ അന്ത്യം അത്ര നന്നായെന്ന് തോന്നിയില്ല. രജനിയുടെ എല്ലാ പുസ്തകങ്ങളും അങ്ങനെയാ. ലത ഈയിടെ കാണുന്നേ ഇല്ലല്ലോ. അവളിനി കോളേജിൽ വരുന്നില്ല. എന്താ കാര്യം? അവളുടെ വിവാഹം നിശ്ചയിച്ചു 18-ാം തീയതി. ഓ, ലത മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. ബോംബെയിലോ മറ്റോ ഒരാൾ. ബോംബെയിലല്ല, ബീഹാർ. ആ അതെ, ബീഹാർ. നന്ദിനിക്കുട്ടി കല്യാണത്തെ പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ലേ? അതോ ലതയെ പോലെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരൂ. ഡാഡിക്ക് സുഖമില്ലാത്തോണ്ട് ബിസിനസ്സുകാരെ ഞാനാ നോക്കുന്നത്. ആ, ഞാൻ പറഞ്ഞ പുസ്തകം തരാൻ മറക്കരുത്. ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. ലതയുടെ മാരേജ് ഒക്കെ ഗംഭീരമായിരുന്നു. ഞാനിന്ന് ബോംബെയിലായിരുന്നേ. എന്റെ ആശംസകൾ അറിയിച്ചേക്കണേ. ഇപ്പൊ തിരക്കുണ്ടോ? എന്ത് വേണം? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നാളെ പറഞ്ഞോളാം. നാളെ ഉച്ചയ്ക്ക് ലൈബ്രറിയുടെ പുറത്തൊന്ന് വെയിറ്റ് ചെയ്യാമോ? ഓ യെസ്. ആ വരണം വരണം മധുവരന്മാരെ. അമ്മാവനെ അറിയാലോ. അറിഞ്ഞില്ലെങ്കിൽ അറിയാനല്ലേ വരുന്നത്. കല്യാണത്തിന്റെ അന്ന് കണ്ടില്ലേ? കല്യാണത്തിന്റെ അന്ന് ഒരുപക്ഷെ കണ്ടാൽ തന്നെ ആ ബഹളത്തിനിടയ്ക്ക് വല്ല വെള്ളം കോരുകാരനോ വിറക് വെട്ടുകാരനോ പാചകക്കാരനോ ഒക്കെ ആണെന്ന് ധരിച്ചു കാണും. ഇരിക്കും. ഞാൻ അപ്പച്ചി കണ്ടിട്ട് ഈ ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം വളരെ മനസ്സിരുത്തി വായിക്കണം. അപ്പച്ചി ഇതേ കണ്ണൂരിൽ നിന്ന് നോക്കി ഒരു കല്യാണ പെണ്ണ് വന്നിരിക്കുന്നു. മോളെ, നീ എപ്പോ എത്തി? ഞാൻ മാത്രമല്ല, കൂടെ ചേട്ടനും വന്നിട്ടുണ്ട്. മോളെ, ഞാനിപ്പോ എന്താ ഉണ്ടാക്കുന്നത്? വരുന്ന വിവരത്തിന് നിന്നെ കാര്യമെങ്കിലും പറഞ്ഞു വയ്ക്കാൻ മേലായിരുന്നു. അതുകൊണ്ടൊന്നും അപ്പച്ചി വിഷമിക്കണ്ട. എന്റെ ഭർത്താവ് തീരെ ഉപദ്രവകാരിയല്ല. ഒരു ഗ്ലാസ് നല്ല ചായ കൊടുത്താൽ ഹീസ് ഹാപ്പി. ആ എന്നാ ഞാൻ ചായ ഇടാം. നന്ദിനിക്കുട്ടി എവിടെ? അവളും മുറി കാണും. മോളെ, നീ അവളെ നല്ലോണം ഒന്ന് ഉപദേശിക്കണം. ഞാൻ കല്യാണം കഴിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവൾ താനെ കല്യാണം വേണമെന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ അവളുടെ കല്യാണം നടന്നിരിക്കും. അതിനവളെ സമ്മതിച്ചിട്ട് വേണ്ടേ? അതൊക്കെ ഞാൻ സമ്മതിപ്പിക്കാം അപ്പച്ചി. അച്ഛൻ വിളിക്കുന്നു, ചായക്ക് സമയമായി. അയ്യോ, എനിക്ക് വയ്യ. നിന്റെ ഭർത്താവ് എങ്ങനെയുണ്ട്? എന്നെ വലിയ കാര്യമാ, പക്ഷെ ഭയങ്കര മടിയനാ. എങ്ങും യാത്ര പോകുന്നത് ഇഷ്ടമല്ല. ആട്ടെ, അപ്പൊ നീ എന്നാ ഇവിടുന്ന് പോകുന്നത്? നാളെ. അതല്ലേ ഇന്ന് വന്നത്? ചേട്ടന് ലീവ് കൂടുതലുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. ഇന്ന് കമ്പി വന്നു. ഉടനെ ചെല്ലണമെന്നും പറഞ്ഞ് പോവാതിരിക്കാൻ പറ്റൂ? മേച്ചോടും കേച്ചോടും നീ തന്നെ അന്വേഷണം പറയണേ. ഞാൻ പറയാം. നിന്റെ ചേട്ടൻ എവിടെ? അമ്മാവനിപ്പോ കവിത വായിച്ച് കൊല്ലുന്നുണ്ടായിരിക്കും. ഞാൻ ചെന്നിട്ട് എഴുതാം. വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഇപ്പൊ അത്ര ഓസിന് വിശേഷമൊന്നും അറിയണ്ട. അറിയണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിലേ
ഒന്ന് കല്യാണം കഴിക്കാൻ നോക്ക്. കാത്തു നിന്ന് മുഷിഞ്ഞു അല്ലേ? ഓ സാരമില്ല. ഞാനൊരു കാര്യം പറയാനാ കാണണമെന്ന് പറഞ്ഞത്. എന്താ കാര്യം? പറയൂ. ഞാൻ ചന്ദ്രനെ സ്നേഹിക്കുന്നു. എനിക്ക് ചന്ദ്രനെ ഇഷ്ടമാണ്. സത്യമാണോ പറയുന്നത്? വീട്ടിൽ വിവാഹം കഴിക്കാനായി അച്ഛനും അമ്മയും എന്നെ നിർബന്ധിക്കുകയാണ്. ചന്ദ്രൻ എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ താമസിച്ചോ? ബെല്ലടിച്ചിട്ട് നോട്ട്സ് എഴുതിയിരുന്നില്ല. എന്താ വല്ലാതെ ഉയർത്തിരിക്കുന്നത്? ഒന്നുമില്ല, വരൂ. ഇപ്പോഴത്തെ യൂണിയൻ ചെയർമാൻ ചന്ദ്രന്റെ ഫ്രണ്ട് അല്ലേ? അതെ. ചന്ദ്രൻ ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ? നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞാൽ കേൾക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിയൻ ഉദ്ഘാടനത്തിന് രജനിയെ കൊണ്ടുവന്ന് ഒന്ന് പ്രസംഗിപ്പിക്കാമോ? ഓ യെസ്. എന്ന് മാത്രമല്ല, കൊണ്ടുവരിപ്പിക്കുകയും ചെയ്യാം. എന്താ പോരെ? അല്ല, നന്ദിനിക്കുട്ടിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇതായിരുന്നു. അതാ എന്റെ വീടിനടുത്തുള്ള കുട്ടി പോന്നു. ഞാനും പോട്ടെ. ഇന്നത്തെ നമ്മുടെ മുഖ്യാജി ശ്രീ രജനി വന്നെത്തിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിനായി ഞാൻ ശ്രീ രജനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. രജനി പാടണം. എനിക്ക് പാടാൻ അറിയില്ല. അറിയാതെ ഞാൻ എങ്ങനെ പാടും? ഇവിടെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. നിങ്ങളുടെ കോളേജിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമസ്കാരം. ഇതാണ് നന്ദിനിക്കുട്ടി, സാറിന്റെ ഏറ്റവും വലിയൊരു ആരാധികയാണ്. BA മലയാളം സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു. ഓഹോ, അപ്പൊ നിങ്ങളുടെ കൂലാണോ അവിടെ ഉറക്കെ കേട്ടത്? സാറിന്റെ എല്ലാ കൃതികളും നന്ദിനിക്കുട്ടി വായിച്ചിട്ടുണ്ട്. നന്ദിനി കാരണം ഞാനും ചിലതൊക്കെ വായിച്ചു. ഓഹോ, അങ്ങനെയാണോ? ഈ ഓട്ടോഗ്രാഫിൽ എന്തെങ്കിലും എന്താണ് എഴുതേണ്ടത്? എന്തെങ്കിലും ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. മനസ്സിലാക്കാവുന്നവർക്ക് ഒരുപടി അർത്ഥം അതിനകത്തുണ്ട്. അദ്ദേഹം വളരെ അറിവുള്ള ആളാ മോളെ. എന്തു പറയാനാ? ആ നശിച്ച പിള്ളേർ ഒന്നും സംസാരിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം ഒന്നും സംസാരിച്ചുമില്ല. എന്നോട് ചോദിച്ചു ഏത് നോവലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. ഇതിൽ തുടങ്ങുന്ന ഒരു കവിത അച്ഛൻ ഇന്ന് എഴുതി തീർക്കും. നീ എന്തിനായിരുന്നു ഉറക്കളയ്ക്കുന്നത്? പോയി കിടന്നുറങ്ങ. എന്തുവായിരുന്നു കുത്തിക്കുറിക്കുന്നത്? ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. എനിക്ക് ഈയിടെയായിട്ട് അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കഥ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. ആ, രാജനും ഗീതയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്താ ചേച്ചി ഇഷ്ടം വെച്ചാ? നന്ദിനിക്കുട്ടി, എന്താ കൂട്ടാ, സുഖമല്ലേ? ഇനി വന്നേ. അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. അറിഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പം വന്നത്. ആ, നീ പോയിട്ട് ഒരു പാക്കറ്റ് സേർത്ത് വാങ്ങിട്ട് വരണം. ഗോൾഡ് ഫ്ലേക്ക്. ആ, നിലവില് ഇവിടെ നിന്നല്ല, അങ്ങ് അമ്പലത്തിനടുത്ത് കേട്ടോ. പതുക്കെ വന്നാൽ മതി. എനിക്ക് സീറ്റ് വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ സംസാരം അവൻ കേൾക്കണ്ടെന്ന് കരുതിയിട്ട. ലത പോയതോടെ ഞാൻ വീട്ടിലൊറ്റയ്ക്കായി. അവൾ എന്നോട് നന്ദിനിക്കുട്ടി പറഞ്ഞതൊക്കെ പറഞ്ഞു. നന്ദിനിക്കുട്ടി പറഞ്ഞത് എനിക്ക് ശരിക്കും മനസ്സിലായി. ഞാനും ആലോചിച്ചു, ശരിയാണ്, ഞാൻ സിഗരറ്റ് വലിക്കും. നന്ദിനിക്കുട്ടിക്ക് സിഗരറ്റിന്റെ മണം പോലും ഇഷ്ടമല്ല.
ഞാനൊരു പട്ടാളക്കാരനാ, വല്ലപ്പോഴൊക്കെ ഇത്തിരി കഴിക്കും. നന്ദിനിക്കുട്ടി ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവാകാൻ എനിക്കൊരിക്കലും കഴിയില്ല. എനിക്ക് ആവശ്യം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ചപ്പാത്തിയും കുറുമയും ഒക്കെ വെച്ചു തരാൻ പറ്റിയ ഒരു പെണ്ണിനെയാണ്. നന്ദിനിക്കുട്ടി പഠിത്തമുള്ളവളാണ്. നന്ദിനിക്കുട്ടിക്ക് ഒരു പട്ടാളക്കാരനേക്കാൾ നല്ല ഭർത്താവിനെ കിട്ടും. ഞാൻ എന്തിനാ വെറുതെ നന്ദിനിക്കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോയി ഒരു ജീവിതം തെളിക്കുന്നത്? അമ്മാവനും അമ്മായിക്കും അതറിയില്ല. ലീവ് ക്യാൻസൽ ചെയ്ത് ഞാൻ മറ്റന്നാൾ പോവാണ്. ലീവ് നീട്ടിയതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ നന്ദിനിക്കുട്ടിയോടൊന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ.